പോകുമല്ലോ, അപ്പോൾ എന്തായാലും ഭക്ഷണം അവിടെ നിന്ന് കഴിക്കേണ്ടി വരും. പിന്നെ ഭക്ഷണം വെറും വെറും കടലക്കറിയാണ്. ഉഴുന്നുവട വേണ്ട. നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണം പോലും നമ്മൾ ശ്രദ്ധിച്ചിട്ട് കഴിക്കണം. എത്ര കലോറി എത്തുന്നു, എത്ര പ്രോട്ടീൻ എത്തുന്നു. നമ്മളെപ്പോഴും കറീനെ ഭക്ഷണം കൊടുത്ത് പെടുത്തൂല, പക്ഷെ കറിയും ഒരു ഭക്ഷണമാണ്. നത്തോലി ഒരു മീനല്ല എന്നാണോ? ഇത് കഴിക്കുമ്പോൾ പ്രോട്ടീനൊക്കെ നന്നായിട്ട് കിട്ടും. ഇനി അപ്പോൾ പാല് രാവിലെ കഴിക്കാറുണ്ട്, അതിനപ്പോൾ തൽക്കാലം ഒഴിവാക്കുക. എനിക്ക് ചൂടുവെള്ളം പറഞ്ഞാൽ ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. ഇന്നത്തെ ഒരു ദിവസം നമുക്ക് എന്തൊക്കെ കഴിക്കാനുണ്ടാവും എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കഴിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്തിനൊരു പ്ലാനിങ് വേണം. നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു പ്ലാനിങ് വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, പാല് കഴിച്ച് കഴിഞ്ഞാൽ പാലിൽ അത്യാവശ്യം കലോറി എത്തും. ഇനി കോഴിക്കോട് എത്തിയാൽ ഇപ്പോൾ അവിടുന്ന് എന്തൊക്കെ ബ്ലോഗ് ചെയ്യണം എന്നാണ് തോന്നൂല. എന്തൊക്കെ ബ്ലോഗൊക്കെ പോകുമല്ലോ, അപ്പോൾ എന്തായാലും ഭക്ഷണം അവിടെ നിന്ന് കഴിക്കേണ്ടി വരും. പിന്നെ ഭക്ഷണം വെറും കടലക്കറിയാണ്. ഉഴുന്നുവട വേണ്ട. നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണം പോലും നമ്മൾ ശ്രദ്ധിച്ചിട്ട് കഴിക്കണം. എത്ര കലോറി എത്തുന്നു, എത്ര പ്രോട്ടീൻ എത്തുന്നു. നമ്മളെപ്പോഴും കറീനെ ഭക്ഷണം കൊടുത്ത് പെടുത്തൂല, പക്ഷെ കറിയും ഒരു ഭക്ഷണമാണ്. നത്തോലി ഒരു മീനല്ല എന്നാണോ? ഇത് കഴിക്കുമ്പോൾ പ്രോട്ടീനൊക്കെ നന്നായിട്ട് കിട്ടും. ഇനി അപ്പോൾ പാല് രാവിലെ കഴിക്കാറുണ്ട്, അതിനപ്പോൾ തൽക്കാലം ഒഴിവാക്കുക. എനിക്ക് ചൂടുവെള്ളം പറഞ്ഞാൽ ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. ഇന്നത്തെ ഒരു ദിവസം നമുക്ക് എന്തൊക്കെ കഴിക്കാനുണ്ടാവും എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കഴിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്തിനൊരു പ്ലാനിങ് വേണം. നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു പ്ലാനിങ് വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, പാല് കഴിച്ച് കഴിഞ്ഞാൽ പാലിൽ അത്യാവശ്യം കലോറി എത്തും. ഇനി കോഴിക്കോട് എത്തിയാൽ ഇപ്പോൾ അവിടുന്ന് എന്തൊക്കെ ബ്ലോഗ് ചെയ്യണം എന്നാണ് തോന്നൂല. എന്തൊക്കെ ബ്ലോഗ്